അപ്പോൾ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ബഹ്റൈനിൽ തന്നെയാണ് ഉള്ളത്. ഖത്തറിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ വണ്ടിയൊന്നും കിട്ടിയില്ല. വണ്ടിയെല്ലാം ലേറ്റ് ടൈമായിപ്പോയി. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടിയില്ല. പിന്നെ വിചാരിച്ച് ഇന്ന് പോകാം. ഇന്നങ്ങനെ ഏകദേശം ഞാൻ വൈകുന്നേരം 5:30ക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അന്നേരം ഫ്ലൈറ്റിന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വണ്ടിയുണ്ട്, വണ്ടി രാത്രിയാണ്. പിന്നെ രാത്രി പോയി അങ്ങ് രാവിലെ എല്ലാം എത്താൻ വേണ്ടി. അന്നേരം വൈകുന്നേരം 5:30ക്ക് ഫ്ലൈറ്റ് കയറി. പിന്നെ 6:30 ആകുമ്പോൾക്ക് ഖത്തറിലെത്തും. അന്നേരം പുറത്തേക്ക് ഇറങ്ങിയതാണ്. വിനീഷേട്ടൻ ഇപ്പം വരും. വിനീഷേട്ടൻ രാവിലത്തെ തന്നെ എണീച്ച് പോയിന്, ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട്. ഇപ്പം വരും. നാസ്ത കഴിക്കാൻ പോക്കാന്ന്. നാസ്തയല്ല, ഏകദേശം ഉച്ചൻ്റെ ടൈമായി. ഇനി പുറത്ത് പോയിട്ട് ഫുഡെല്ലാം കഴിച്ച് ഒന്ന് റെഡി ആകുമ്പോൾക്ക് നമ്മൾ എയർപോർട്ടിൽ പോകേണ്ട ഏകദേശം സമയമാക്കും. പിന്നെ കുറേ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. ഒന്നും കടയിൽ പോയിട്ട് കാണാനൊന്നും പറ്റിയില്ല. വീണ്ടും ഫസ്റ്റത്തെ വരത്തല്ലേ, വീണ്ടും ഒറ്റയ്ക്ക് ഒന്നും കൂടി വിശദമായിട്ട് വരാം. നേരം പുറത്ത് ഞാൻ കാത്തിക്കലാന്ന് വിനീഷേട്ടനാ. ബഹ്റൈനിൽ എന്താണെന്നറിയില്ല, ചൂട് കുറച്ച് ഡിഫറൻ്റ് ഉണ്ട്, കുറവാണ്. ഖത്തറിൻ്റെ അപേക്ഷിച്ച് ചൂട് കുറവാണ് പുറത്ത്. എത്ര സമയമായി കാത്തിക്കുന്നു വിനീഷേട്ടാ? ഫുഡ് കഴിച്ചേ? എന്നല്ലേ ഇനിയിപ്പോ ഫുഡാ കഴിക്കുക, നാസ്ത കഴിക്കുക, എന്താണ്? നിങ്ങൾ എത്ര മണിക്ക് എണീച്ചു പോയത് രാവിലെ? 6:30. 12 മണിയായാ? എന്നേരം ഏകദേശം സമയമായല്ല. കഞ്ഞി എന്താ നോക്കാം നമുക്ക് അവിടെ ഉള്ളത്. എന്താണ് സ്പെഷ്യൽ ഉള്ളത്? ബഹ്റൈൻ മന്തി സ്പെഷ്യൽ ഉണ്ടോ? ബഹ്റൈൻ സ്പെഷ്യൽ മന്തി എന്തായാലും കുഴപ്പമില്ല. അറബി ഫുഡാണ് അറബി ഫുഡ്. നിങ്ങൾ അറബി ഫുഡ് കഴിക്കലില്ല? ടിക്കറ്റ് എടുത്ത് കിട്ടാ ഫ്ലൈറ്റിന്? സത്യം? 5:30ക്ക്? ഇത് അതാ 5:30 ഫ്ലൈറ്റ്, ഗൾഫ് എയർ. 550 റുപ്യ. അപ്പോൾ ഞാനും വിനീഷേട്ടനും കൂടിയിട്ട് ഇങ്ങനെ പോക്കാന്ന്. വിനീഷേട്ടൻ അടുത്തേക്ക് പോന്ന്. എവിടെ ഫുഡ് കഴിക്കാണ് ഇപ്പൊ പോന്ന്? ഇത് ഉച്ചക്ക് രാവിലെ അല്ല അപ്പുറം കഴിക്കാന്. ഇതെടുത്തേക്ക് ഇങ്ങോട്ട് പോകുന്ന കുറേ ദൂരമല്ല. ഭരണിയാ? എവിടെയെങ്കിലും പോ. ഈ ഭരണിയും പനശയും മലേഷ്യല്ലോ, ഏത് നാട്ടാറുള്ള മലയാളിന്റെ? അതെയാ? അടുത്തടുത്താണല്ലോ ഏരിയ മൊത്തം ഫുള്ള്. എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പോയൊരവസ്ഥയാണ്. അതെയാ? എല്ലാം മലയാളി റെസ്റ്റോറൻറ്റുകളൊക്കെ ഫുഡി ആയിട്ടുള്ളവർക്കെല്ലാം അറിയാം ഈ ഏരിയ. ഉമ്മൽഹസം. എന്നാ സ്ഥലത്തിന്റെ പേര്? ഉമ്മൽഹസം. അറബിക് ഏരിയ ഒന്നും കാണും. ഇതെല്ലാം അറബികളെ വീടാ? അറബികളെ വീടുകളാ? ഇതെല്ലാം എല്ലാരും ഉണ്ട്. മിക്സാ? അറബികളെ സ്പെസിഫിക് ആയിട്ട് ഏരിയ പറയുകയാണെങ്കിൽ അല്ല, നമ്മളവിടെ ഖത്തറിലെല്ലാം ഒരു അറബിക് ഏരിയ നമുക്ക് പെട്ടെന്ന് തിരിയും. വീടുകളെല്ലാം ഉള്ള പോലത്തെ വീടുകൾ. കംപ്ലീറ്റ് മലയാളീസാണ്. അതെയാ? ഈ ഏരിയ നമ്മൾ പോകുന്ന ഏരിയ ഇതെല്ലാം അറബിയുടെ വീടാണ്. ഇതെല്ലാം അറബിക്ക് വീടാണല്ലേ? ഇങ്ങനത്തെ ഞാൻ പറഞ്ഞിങ്ങനെ കുറേ. അപ്പം ബിനീഷേട്ടനും ഞാനും കൂടി എവിടെയാണ്? തമിഴ്നാട്ടിലെത്തി ബിനീഷേട്ടാ. ഓക്കെ, തമിഴിലെത്തിയിട്ട് ഇതാണ് നിങ്ങൾ തമിഴ്നാട്ടിലെ ഓടുന്നത്? അതാണ് ഉമ്മുൽഹസം. അതെ, ഉമ്മുൽഹസം കണ്ടു. ഉമ്മുൽഹസം. ഇനി ഏതാ ഹോട്ടലിലാ പോകുന്നത് നമ്മള്? അതാ ഭരണി ആടിയതാ? എന്നാ പാനേശ്വരിക്ക് കയറാം. വാ, പാനേശ്യ. ഇതെന്നാ വിനീഷേട്ടാ കറങ്ങുന്നത്? ഫുഡെല്ലാം കറങ്ങുന്നത്? പോയി മാത്രല്ല, ഇത് മൊത്തം കറങ്ങുന്നുണ്ടല്ല. ചട്ടിച്ചോറും ഇതല്ല. ഞണ്ടാ? അത് ഞണ്ടാ? അല്ല, വാ. അപ്പൊ നമ്മളെ ഫുഡ് വന്നു. രാവിലത്തെ നാസ്തിയും ചോറും എല്ലാം കൂടി ഒപ്പരം. വൈകുന്നേരത്തെ ബ്രഞ്ചിയാ? ഇതെന്നാ ചുട്ട പോയ്യാ? ചുട്ട പറപ്പിച്ച പോയി. നെയ്ച്ചോറ്, പപ്പടം. എനിക്കൊരു പപ്പടം കഷ്ണേ ഉള്ളൂ. എന്നാ ബീഫ് ബിരിയാണിയാ? ഓക്കെ, അന്നേരം ഫുഡ് കഴിക്കട്ടെ രണ്ടാളും കൂടി.
അപ്പോൾ ഉച്ചക്കത്തെ അംഗം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉറങ്ങിയാലോ? എന്നിട്ട് ഫ്ലൈറ്റ് മിസ്സാണോ? 5 മണി വരെ ഉറങ്ങിയിട്ട് ഇതിന് 3:30 പോകണ്ടു ശരിക്കും. ആ നീ അങ്ങനെ പറയൂ. ഞാനില്ലെങ്കിൽ നടക്കും ബഹ്റൈനിലേക്ക്, ഖത്തറിലേക്ക്. അപ്പം വൈകുന്നേരം സമയം 3:30, 5:30 ഫ്ലൈറ്റ്. ഫിനിഷേട്ടൻ ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓടി വരുന്നതായിരുന്നു പാവം. അതല്ല അപ്പോൾ ഇതിനെ എയർപോർട്ട് ഇടുന്ന തുടങ്ങുന്ന എയർപോർട്ടിലെ ഇത് ഇത് എയർപോർട്ടിൻ്റെ ഭാഗമാണല്ലേ? ഇത് റൺവേ. നമുക്ക് ഇതിലൂടെ അങ്ങ് കടന്നാൽ പോരെ ശരിക്കും റൺവേയിലേക്ക്, ഫ്ലൈറ്റിലേക്ക് കയറിയാൽ പോരെ. ഇതാ ഗൾഫ് എയർ. നമുക്ക് ഗൾഫ് എയറിനല്ല പോണ്ടേ? അതെ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു അൽവാങ്ങം കയറി. ബിനീഷേട്ടൻ ഞാനും വേഗം വാങ്ങും. ബിനീഷേട്ടാ മിക്കവാറും അൽവിയും കൂടെ നടന്നു പോകേണ്ടി വരും. ഹായ് ബ്രോ, എന്തല്ലോ ഒന്ന് സുഖല്ലേ? എവിടെ നാട്ടില്? എന്താ പേര്? അസ്ലം ഭായ്. നല്ലൊരു അൽവി എടുത്തു കൊടുക്കുക ബിനീഷേട്ടന് വേഗം. ജിലേബി എല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നയാ? പിന്നെ ഉണ്ടാക്കാണ്ടുണ്ടാവാ അങ്ങനെ, അതും ശരിയാണ്. ഇത് ബഹ്റൈൻ്റെ സ്പെഷ്യലാ അലുവല്ല? അതെയാ. അതെട്ടാ, അത് ലഗേജൊന്നുമില്ല. വെറൈറ്റി സ്വീറ്റ്സ് എല്ലാം ഉണ്ട്. ഇന്നാണ് നമ്മൾ ജെറിയല്ലേ? ഇത് ജെറിയല്ലേ? ഇത് മുട്ടായിയാ? ക്യാൻഡി. അടിപൊളി. ഒന്നും വേണ്ട. ഓക്കെ പോട്ടെ, കാണാം. വീണ്ടും കാണാം ബഹ്റൈനിൽ വരുമ്പോ. ബിനീഷേട്ടാ 4:30 5:30 അവിടെ ആയിട്ട് അലുവ വാങ്ങിച്ചത് മിക്കവാറും നടന്നിട്ട് അലുവയും തിന്നുകൊണ്ട് പോകാനായിരിക്കും. വാ ബിനീഷേട്ടാ. അങ്ങനെ ഞാനും ബിനീഷേട്ടനും ബഹ്റൈൻ അല്ല എയർപോർട്ടിലേക്ക്, നേരെ എയർപോർട്ടിലേക്ക്. ഇതാ കിട്ടുന്ന ബസ്സല്ലേ ബിനീഷേട്ടാ? ഇത് നമ്മളെ നാട്ടിലത്തെ മെട്രോ ബസ്സിനെ പോലെ ഉണ്ട്. നമ്മളെ നാട്ടിൽ മെട്രോ ബസ്സാണ് ഇതേപോലെ കളർ ഉണ്ടാകുക. അതാ ബസ് സ്റ്റോപ്പ്? ബസ് സ്റ്റാൻഡ് അത്? ഓക്കെ. അപ്പൊ നമ്മള് എയർപോർട്ടിലേക്ക് എത്താനായി. എങ്ങോട്ടാണ് എയർപോർട്ട്? നേരെയാ? ഓ ഇത് റൈറ്റ്. ഒറ്റ എയർപോർട്ടല്ലേ ഉള്ളൂ ഇടാ? അല്ല ഖത്തറിൽ ഒരു എയർപോർട്ടേ ഉള്ളൂ. ഇവിടെ പോലീസിന് അങ്ങനെ ഇന്ന വണ്ടിയിലൊന്നും ഇല്ലല്ലോ, എല്ലാ വണ്ടിയും പോലീസുകാർക്കുണ്ടല്ലോ. അല്ല സക്കുയ? അതെയാ സക്കുയ അതല്ലേ? ഞാൻ വന്നിനി ഇറങ്ങിനി ഈ എയർപോർട്ടില്. ഞാൻ എയർപോർട്ടിൽ വന്നതാ. ഇവിടെ 2-3 പ്രാവശ്യം ടച്ച് ആയിട്ട് വന്നിനി. ഇത് പുതിയ എയർപോർട്ടാ? മുകളിലും താഴല്ലോ? മുകളിൽ നിന്നാണ് പോകുന്നതാ? മുകളിൽ പോകുന്നത് താഴെ ഇറങ്ങുന്നത്. നമ്മൾ ഇന്നലെ ഇടിയല്ലേ വന്നിട്ട് അവർക്ക് വണ്ടി കൊടുത്തേ. പാർക്കിംഗ് ഇടാല്ലേ? പാർക്കിംഗ് പൈസ ഉണ്ടാ? ലോങ് ടൈം പാർക്കിംഗ്. പൈസ വേണോ? പൈസ കൊടുക്കണ്ടേ? അത് ഒരു ദിവസം ഇടുന്നത്, മണിക്കൂറുകൾ ഇടുന്നത്, അപ്പുറം കുറച്ച് സമയത്തേക്ക് ഇടുന്നത്, മിനിറ്റുകൾ മണിക്കൂറായി കഴിഞ്ഞാൽ റേറ്റ് മാറി. നമ്മളവിടെ 20 മിനിറ്റ് വരെ വർക്ക് ചെയ്ത പൈസ ഇല്ല. 20 മിനിറ്റ്. അതെയാ. അപ്പോൾ വിനീഷേട്ടാ വളരെ നന്ദി. ഡ്യൂട്ടിൻ്റെ ഇടയിൽ ഞാൻ ബുദ്ധിമുട്ടിച്ചതിൽ. വീണ്ടും കാണാം. എന്തായാലും അപ്രതീക്ഷിതമായി കാണാൻ പറ്റി. ഓക്കെ, എന്നാൽ ഇൻഷാ അല്ലാ കാണാം. വീണ്ടും വരും. ഞാൻ അടുത്ത പ്രാവശ്യം വരത്തേക്കുമ്പോൾ നമ്മൾ അക്ഷയന് വരത്തേക്കുണ്ട് കേട്ടോ നമ്മൾ. തീർച്ചയായിട്ടും. ഓക്കെ, ഇരുട്ടില്ല വേണ്ടേ? ഓക്കെ, എന്നാലും ലൈറ്റായി. ഓക്കെ, ബൈ. ഓക്കെ, ഓക്കെ. അപ്പോൾ ടൈം കുറച്ച് ലേറ്റായി, 1 മണിക്കൂറും കൂടിയേ ഉള്ളൂ. ഞാൻ ഇവിടെ എത്തട്ടാ അതിലേക്ക്. എയർപോർട്ടിൽ തിരക്കൊന്നുമില്ലല്ലോ. ഇതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും കയറി വരാൻ തോന്നുന്നു. നമ്മുടെ നാട്ടിൽ വരാൻ കഴിയില്ല. നമ്മൾ ഗൾഫ് എയർ ഇവിടെയാണുള്ളത്. ഗൾഫ് എയറിന് ടിക്കറ്റ് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ടപ്പ പരിപാടിയെല്ലാം കഴിഞ്ഞാട്ടോ. ഇവിടെ തിരക്കൊന്നുമില്ല. അപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെത്തി.
ഗേറ്റ് നമ്പർ 12A. 4:30 അടുത്തണം. ചായ അടിച്ചാലോ? താങ്ക് യു. ഗേറ്റ് നമ്പർ 12A. നമുക്ക് 12 എത്തേണ്ടത്. ഇത് 15 ഉള്ളൂ. നേരെ പോവാ. ഫ്ലൈറ്റെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിലെത്തി. ഒരു വെള്ളവും ഒരു ചിപ്സാ എന്തോ അങ്ങനെയുണ്ട്. കഴിച്ചോളാം. അപ്പോൾ വെൽക്കം ടു ദോഹ. ഖത്തറിലെത്തി. അപ്പോൾ അങ്ങനെ ഖത്തറിലെ എയർപോർട്ടിൽ ഇറങ്ങി. 6 മണിക്ക് ആണ് എയർപോർട്ടിൽ ഇറങ്ങുന്നുള്ളത്. സത്യത്തിൽ 5:30 ഇറങ്ങി. പിന്നെ ഞാൻ എന്തായാലും ഇനി മെട്രോയിൽ നേരെ അസീസിയയിലേക്ക് പോവാം. മെട്രോയിൽ പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ മെട്രോയിലെത്തി. ഇവിടെയാണ് ഖത്തർ എയർപോർട്ടിലെ മെട്രോ. ആദ്യമായിട്ടാണ് കേട്ടോ മെട്രോയിൽ കയറുന്നത്. വെള്ളമാണ് താലോട്ടിരിക്കുക. അല്ല, ഖത്തർ എയർപോർട്ടിൽ നിന്ന് ആദ്യമായിട്ട് മെട്രോ കയറുന്നത്. മെട്രോ കയറുന്നത് ആദ്യമായിട്ടല്ല. അപ്പോൾ ഫൈനലി റൂമിലെത്തി. ഫുഡെല്ലാം കഴിച്ചേട്ടാ. ഫുഡെല്ലാം കഴിച്ച റൂമിലെത്തി. എന്തായാലും അടിപൊളി യാത്രയായിരുന്നു. അന്നേരം നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പൂച്ചയുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നെ കാത്തേക്കുന്നുണ്ട്. 2 ദിവസമൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് ചിക്കനും വാങ്ങിച്ചിട്ടാണ് വന്നിന്. അന്നേരം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.